യോ ഗൈസ് വാട്സാപ്പ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ക്രൈസി അപ്പൂസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വെട്ടിയ വാഴയില്ലേ ഗൈസ്, അതിൻ്റെ ഇല കുറച്ച് ഉണ്ട് ഗൈസ്. അതൊക്കെ എടുത്ത് നമുക്ക് ആദ്യം തന്നെ അവിടെ മണിക്കുറ്റിക്ക് ഇട്ട് കൊടുക്കാം. കത്തിക്കാൻ പറ്റിയില്ല ഗൈസ്, കത്തിക്കേണ്ട ആവശ്യമില്ല, ഇത് വാഴയിലല്ലേ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് അവന് ഇട്ട് കൊടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് വാഴയില കൊണ്ടുപോയിട്ട് അവന് ഇട്ട് കൊടുക്കാം. വാഴയൊക്കെ എടുക്കട്ടെ. ഏത് വാഴ എടുക്കും? ആ ഗൈസ് ഇതെടുക്കാം ഗൈസ്. കൊച്ചിയിലല്ല ക്ലൗഡ് ഉണ്ട് കേട്ടോ. ഇപ്പം വെയിലാണ് ഗൈസ്, വൈകുന്നേരം ആകുമ്പോൾ നല്ല ക്ലൗഡാവും. മഴയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ് ഗൈസ്. നമുക്ക് 2-3 വാഴയിലൊക്കെ എടുത്ത് അവന് ഇട്ട് കൊടുക്കാം. വാഴ എടുക്കട്ടെ. വാഴയായി പിറന്നോനെ വാഴാതിൽ തത്താൻ. 4 വാഴയിലുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ വലിച്ചുകൊണ്ട് പോട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് കൊണ്ട് വാഴ അവന് ഇട്ട് കൊടുക്കാം. ആണായി പിറന്നോനെ വാഴ വെട്ടും സാത്താനെ ആളെ വിരട്ടുന്നേ വാഴ വെട്ടാനേ. ഗൈസ് നമ്മളങ്ങനെ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ നോക്കുന്നു ഗൈസ്. വാഴ വെട്ടാനേ. മണിക്കുറ്റി ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഗൈസ് അങ്ങനെ മണിക്കുറ്റി വാഴ ഉണ്ട്. വാഴയുടെ അടുത്തുനിന്ന് വാഴ തിന്നടാ കുട്ടാ, തിന്നടാ വാഴ. മണിക്കുറ്റി നമുക്കിവിടെ ഇരിക്കാം. വാഴയായി പിറന്നോനെ വാഴ തിന്നും സാത്താനെ ആളെ കഴിക്കുന്നേ വാഴ തിന്നാനേ. വാഴ തിന്നടാ മണിക്കുറ്റി, വെള്ളം അടിച്ച് മണിക്കുറ്റി വാഴ തിന്നടാ. വാഴ തിന്നണ ഉണ്ടാവും. വാഴ തിന്നടാ മണിക്കുറ്റി, വാഴ തിന്ന് വാഴ തിന്ന് വാഴ തിന്ന് വാഴ തിന്നടാ. തിന്നടാ മണിക്കുറ്റി വാഴ 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 തിന്നടാ. എന്നെ ഇടിക്കാൻ മണിക്കുറ്റി പടക്കളം തന്നെ. ഒരു മഹാവീരുതൻ വന്നല്ലോ മണിക്കുറ്റി. ഗൈസ് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം ഗൈസ്. അവിടെ നിൽക്കണ്ട ഗൈസ്, അവൻ നമ്മളെ വെട്ടും, ഇടിക്കും ഗൈസ്. അപ്പോൾ ഇന്ന് വ്ളോഗൊന്നും ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല ഗൈസ്. വീട്ടിൽ തന്നെ നമുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. എന്നെയാണെങ്കിൽ പുറത്തേക്ക് വിടില്ല ഗൈസ്, അതാണ് പ്രശ്നം. പുറത്തേക്ക് പോയി നമുക്ക് ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യാമായിരുന്നു ഗൈസ്. കൊച്ചി ഇറങ്ങായിരുന്നു നമുക്ക്. ഇപ്പോൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ തംബ്നെയിൽ കൊടുക്കാം ഗൈസ്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി എത്തിക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മണിക്കുറ്റിയുടെ കൂട്. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ മണിക്കുറ്റിയുടെ കൂട്. ഭയങ്കര വൃത്തികേടായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ തന്നെ കഴുകി ഗൈസ്. ഗൈസ് പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇന്നും പവർ കട്ടാണ് ഗൈസ് വീട്ടിൽ. അതുകൊണ്ട് ശോകമാണ്, പവർ കട്ടാണ്, അതാണ് പ്രശ്നം. നമുക്ക് ട്രോളി ഓടിച്ച് കളിച്ചാലേ ഗൈസ്. നമുക്ക് ട്രോളി ഓടിച്ച് അവിടെ നടക്കാം ഗൈസ്. ട്രോളി ഉണ്ട്, നമുക്ക് ഓടിച്ച് കളിക്കാം. വാഴ അതിൻ്റെടാ മണിക്കുറ്റി. വാഴ എന്നിട്ട് നമുക്ക് ട്രോളി ഓടിക്കാം. ആണായി പിറന്നോനെ ട്രോളി ഒട്ടും സത്താനെ ആളെ വെട്ടും ട്രോളി ഒട്ടാനേ. നമുക്ക് ട്രോളി ഓടിച്ച് അവനെ പിടിപ്പിക്കാം. എടാ മണിക്കുറ്റി ട്രോളിയാ ഓടറാ മണിക്കുറ്റി. എടാ ക്യാമറ ഇടിച്ചിട്ടല്ലേടാ. അയ്യോ മണിക്കുറ്റി എടാ ട്രോളി ഉണ്ടടാ മണിക്കുറ്റി. വേണ്ട ഈ സോം പാവണം, അവനെ പിടിക്കും. നമുക്ക് വേറെ അങ്ങോട്ടെങ്കിലും ആണായിപ്പില്ലെന്നോ. അമ്മേ കല്ലുണ്ടോ, ഒറ്റ കയ്യിലാണ് ഈ ട്രോളി ഓടിക്കുന്നത്. ഡ്രൈവിംഗ് ആണ്. ട്രോളി ട്രോളി ഓട്ടം
ട്രോളി ഗൈസ്, ഇതാണോ ട്രോളി? അയ്യോ ഗൈസ്, ട്രോളി കുളത്തി വീണു. കേട്ടെ, അയ്യോ ചാര, സൂപ്പർമാൻ, സ്പൈഡർമാൻ, മാർക്കോ, ട്രോളി ഗൈസ്. ഗൈസ് ട്രോളി ഓടിച്ച് മതി, നമുക്കിത് അവിടെ കൊണ്ട് വെക്കാം ഗൈസ്. നമുക്കിത് അവിടെ കൊണ്ട് വെക്കാം ഗൈസ്. ട്രോളി നമുക്ക് വെക്കാം ഗൈസ്. ഇതാണ്ടാ ഞങ്ങളുടെ വീട്ടിലെ പട്ടി, കാണിച്ചു തരാം. ഇത് മിട്ടു, അത് ടോമി. ഹായ് മിട്ടു, എടാ ഹായ് കൊടുക്ക എല്ലാവർക്കും. യൂട്യൂബാ, ഞാൻ വളർന്നു തന്നെ ഒരു കൊച്ചു യൂട്യൂബറാ. ഹായ് കൊടുക്കടാ. ടോമി ഹായ് കൊടുക്കടാ. ഗൈസ് ഇത് മിട്ടു, ഇത് ടോമി. ഞങ്ങളുടെ വീട്ടിലെ 2 ആൺപട്ടികളാണ്, വളർന്നു വരുന്ന കുട്ടികളാണ് ഗൈസ്. ഞങ്ങളുടെ പിള്ളേരാണ്. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഈ ട്രോളി ഇനി അവിടെ കൊണ്ടുവെക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയാണ് ഗൈസ്. ട്രോളി ഓടിക്കാം. ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കാം. ഗായ്സ് ഞങ്ങൾക്ക് പോവാം ഗൈസ്. എടാ മണിക്കുറ്റി, വാഴ തിന്നടാ, മരക്കഴുതേ. അവൻ തിന്നുന്നില്ല ഗൈസ്, അവന് മതിയായിരുന്നു തോന്നുന്നു. നമുക്ക് പോകാം ഗൈസ്. ഇനി അടുത്ത കാര്യം നോക്കാം ഗൈസ്. പിന്നെ നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് ഗൈസ്. 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. വരിക്ക ചക്കയാണ് ഗൈസ്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചക്ക. യോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ വരിക്ക ചക്ക. ചെറിയ ചക്കയാണ് ഗൈസ്, കണ്ടോ? 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. പ്ലാവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വീട്ടിലെ പ്ലാവ്. എല്ലാത്തിനും വെള്ളം ഒഴിക്കണം ഗൈസ്. മഴയതുകൊണ്ട് മടിയാണ് ഗൈസ്, പെട്ടെന്ന് ഉറങ്ങിപ്പോവും. വ്ളോഗാണ് ഗൈസ്, വ്ളോഗ് ഗൈസ്. പിന്നെ തേങ്ങ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഗൈസ്, അതാണ് നമ്മുടെ വീട്ടിലെ തേങ്ങ. കുറേ തെങ്ങുണ്ട് ഗൈസ്. മരമുണ്ട്, വൈബാണ്, നല്ല തണുപ്പാണ് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ എന്താണ് പ്ലാവ്. അടിയിൽ വേറെ 2 ചക്കയും കൂടെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ വീട്ടിൽ വളമുണ്ട് ഗൈസ്. വളം ഇതാണ് ഗൈസ് വളം. ഇതിനകത്ത് മണിക്കുറ്റിയുടെ എന്താ സാധനങ്ങളാണുള്ളത്. ഇത് മണിക്കുറ്റിയുടെ ആണ്, മണിക്കുറ്റിയുടെ അവകാശമാണ് ഗൈസ് ഇത്. പിന്നെ ഗൈസ് ഉള്ളതെന്ന് നോക്കിയാൽ ടയറാണ് ഗൈസ്. ടയറുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് വേറെ വല്ലതും ഉണ്ടാകുന്ന നോക്കാം ഗൈസ്, എവിടെയെങ്കിലും. യോ ഗൈസ്, പിന്നെ നമ്മുടെ വീട്ടിൽ എന്താണ് ഗൈസ്, മരമുണ്ട് ഗൈസ്. മറ്റേ എന്ത് മരമാണ്? കശുവണ്ടി ഉണ്ട് ഗൈസ്. കശുവണ്ടി കുറേ വീഴും ഗൈസ്. കശുമാങ്ങ വീഴും ഗൈസ്. കശുവണ്ടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കശുവണ്ടി. അല്ല കിടിലൻ കശുവണ്ടിയാണ് ഗൈസ്. ഇത് നമുക്ക് വറുത്തെടുത്താലോ ഗൈസ്. ഇത് ഗൈസ്, ഇത് നമുക്ക് കുറച്ച് വറുത്ത് കഴിക്കാം ഗൈസ്. നമുക്കിത് അടുപ്പിൽ കൊണ്ടുപോയിട്ട് വറുത്ത് കഴിച്ചാൽ ഗൈസ്. ഇത് നമുക്ക് അടുപ്പിലിട്ട് വറുത്ത് കഴിക്കാം ഗൈസ്. അടുപ്പ് ഇപ്പോൾ അവിടെ ഉണ്ട് ഗൈസ്. കഞ്ഞി വെച്ചുകൊണ്ടിരിക്കണേ, നമുക്ക് വറുത്ത് കഴിക്കാം. യോ ഗൈസ്, വാട്സാപ്പ് അപ്പം നമ്മൾ അടുപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ അടുപ്പിലിട്ട് വറുത്തെടുക്കാം ഗൈസ്. അപ്പോൾ മൈക്ക് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടിയൊക്കെ വരും ഗൈസ്. അപ്പോൾ നമുക്ക് അടുപ്പിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. ഞാൻ സ്റ്റൂളൊക്കെ എടുത്ത് വെക്കട്ടെ, എന്നിട്ട് വറുത്ത് കഴിക്കാം ഗൈസ്. നമ്മളൊരു 1 2 3 4 5 6 7 കപ്പലുണ്ട്. 7 8 എണ്ണം എടുത്ത് ഗൈസ്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് ഇടാം ഗൈസ്. കുറച്ച് ലാഗാവും ഗൈസ്, നിങ്ങൾ സ്കിപ്പ് അടിച്ച് വേണമെങ്കിൽ. അടുപ്പിലിടാം ഗൈസ്. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഗൈസ്. ആകെ വേർത്തു ഗൈസ്. ഞാൻ ആകെ വേർത്തിരിക്കണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിടാം ഗൈസ്. എണ്ണ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. സംഭവം പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ് പൊട്ടനുണ്ട് ഗൈസ്. അത് എണ്ണയാണ് ഗൈസ് തെറിച്ച് വീണത്. ചൂടായിട്ട് എണ്ണ വന്നതാണ്. ഇത് വേവട്ടെ ഗൈസ്, പൊട്ടി വരണം, എന്നാലേ അത് റെഡി ആവുള്ളൂ ഗൈസ്. ഇവിടെ പവർ കട്ട് ആയതുകൊണ്ട് ലൈറ്റിൽ ഇട്ടോ, അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് ശരിയാകും ഗൈസ്. കഞ്ഞി തിളച്ചെന്ന് തോന്നുന്നു ഗൈസ്. കഞ്ഞി തിളച്ചാൽ മതി ഗൈസ്. കഞ്ഞി റെഡിയായി. ഗൈസ് അത് പൊട്ടി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ നല്ലോണം വേർത്തിട്ടാ, ചൂടാണ് ഗൈസ് ഭയങ്കര. നമുക്കിത് വേവിച്ച് കഴിക്കാം ഗൈസ്. അങ്ങനെ അത്
വറുത്തോണ്ടിരിക്കണേന്ന് ഗൈസ് നമ്മൾ. യോ ഗായ്സ് നമ്മളങ്ങനെ വറുത്ത് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്രിസ്ത്യാനോ ഗൈസ്. പിന്നെ ഞാൻ ഐസ് ഹോസ്പിറ്റലിൻ്റെ വലിയൊരു ഫാനാണ് ഗൈസ്, മറക്കരുത്. ഞാൻ ക്രിസ്ത്യാനോ ഫാനാണ് ഗൈസ്, ക്രിസ്ത്യാനോ ഫാൻ. ഇത് നമുക്ക് പിന്നെ ഓർക്കാം ഗൈസ്. ആദ്യം കുറച്ചെണ്ണം വറുത്തെടുക്കാം. കരിഞ്ഞോ ഗൈസ്? ഇത്ര മതിയെന്ന് തോന്നണം ഗൈസ്. വേവ് ഇതെടുക്കട്ടെ. ഇനി ഫോണും നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്കത് എടുക്കാം ഗൈസ്. അത് വെന്തിട്ടുണ്ട് ഗൈസ്, നമുക്ക് എടുക്കാം ഗൈസ്. 2 എടുത്തിട്ടുണ്ട്. ഓ ഗൈസ് മൂന്നാമത്തെ ഗൈസ്. ഭയങ്കര ചൂട് ഗൈസ്. ഞാനേ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കൈ പൊള്ളിയേ ഗൈസ്. അങ്ങനെ നമ്മൾ അടുപ്പിൽ നിന്ന് 4 അല്ല ഗൈസ്, 1 2 3 4 5 എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് പൊട്ടിച്ച് കഴിക്കാം ഗൈസ്. നമുക്ക് പുറത്തു കൊണ്ടിട്ടേ പൊട്ടിച്ച് കഴിക്കാം. ഇത് ആദ്യം എടുക്കട്ടെ. ക്രിസ്ത്യാനോ ഓ ഗൈസ് പോയി. ഓ ഗൈസ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കശുവണ്ടി. നമുക്ക് ഇവിടെ ഇട്ട് പൊട്ടിച്ച് കഴിക്കാം. കരിഞ്ഞു പോയെന്ന് തോന്നടാ. കരിഞ്ഞിട്ടുണ്ടാവില്ല ഗൈസ്, ഉള്ളിൽ കല്ലടിച്ച് ഇടിച്ച് പൊട്ടിച്ച് പോകാം. ഓ ഗൈസ് ഭയങ്കര ചൂടിട്ടാ ഗൈസ്, വേർത്ത് പോയടാ, വേർത്ത് പോയി. നമുക്കത് പൊട്ടിച്ച് കഴിക്കാം ഗൈസ്. പൊട്ടിക്കാൻ നമുക്കൊരു കല്ല് വേണം ഗൈസ്. നമുക്ക് ഈ കല്ലെടുക്കാം. കല്ല് കിട്ടിയടാ, നമുക്കിത് അടിച്ച് പൊട്ടിക്കാം ഗൈസ്. ഗൈസ് നമ്മളെ അവിടെ നിന്ന് വെയിലത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പൊട്ടിക്കാം ഗൈസ്. ഗൈസ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. വെന്തെന്ന് തോന്നണം ഗൈസ്. കൈ പൊള്ളി ഗൈസ്. ഗൈസ് വെന്ത് ഗൈസ്. അടുത്തത് തല്ലി പൊട്ടിക്കാം ഗൈസ്. ഒരെണ്ണം കിട്ടി ഗൈസ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഞാൻ പോക്കറ്റ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം ഗൈസ്. ഗൈസ് ഒരെണ്ണം കഴിഞ്ഞു ഗൈസ്. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഗൈസ് ഇത് മൊത്തം പൊട്ടിക്കട്ടെ. യോ ഗൈസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കശുവണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇതാണ് നാച്ചുറൽ കശുവണ്ടി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ കശുവണ്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഗൈസ്. ഭയങ്കര വെയിൽ, ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടെ ഗൈസ്. എന്നിട്ടോ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നാച്ചുറൽ കശുവണ്ടി. കണ്ടോ, ഞാൻ കാണിച്ചു തരാം ഗൈസ് കയ്യിൽ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നാച്ചുറൽ കശുവണ്ടി ഗൈസ്. ഇതാണ് ഒറിജിനൽ ഗൈസ്. ഇതാണ് ഈ ശരിക്കും ഉണ്ടാവണത് ഗൈസ്. ഇതാണ് നമ്മൾ ഈ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനം. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗൈസ് നാച്ചുറലായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം ഗൈസ്. കൊള്ളാം ഗൈസ്, നല്ലതാണ്. കുറച്ചും കൂടി ഉപ്പിട്ട അടിപൊളിയാവും ഗൈസ്. നാച്ചുറൽ സാധനം ഗൈസ്. ഇപ്പം ഉണ്ടാക്കിയ കഴിച്ചാണ്. ഇപ്പം ഉണ്ടാക്കിയ സാധനം ഫ്രഷ് സാധനം, ഓജി സാധനം. നമ്മൾ ഈ ഇതിൻ്റെ പൊട്ടിച്ചിട്ട് തോട് കളഞ്ഞിട്ടാണ് ടേസ്റ്റ് കഴിക്കുക. ഒന്ന് കഴുകിയിട്ടുണ്ട്, ചുമ്മാ ഒന്ന് കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ കശുവണ്ടി. എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? യോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത്തിരി ലോങ് ആയിപ്പോയല്ലേ ഗൈസ്, ഇത്തിരി നീട്ടം കൂടിപ്പോയി കാണുമെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ശരിയാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ഓരോ കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം ഗൈസ്. അപ്പോൾ നാളെ നമ്മളൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ക്രൈസി അപ്പൂസ് സൈനിങ് ഔട്ട്.